ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് MCQ മെത്തേഡിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? SCERT ബുക്കാണ് ആദ്യം പഠിക്കുന്നത്. 5 തൊട്ട് 10 വരെയുള്ള SCERT ബുക്കാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്നതോടുകൂടി നമ്മൾ കേരള, ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്നിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ SCERT ബുക്കിൽ പഠിക്കും. SCERT ബുക്ക് മാത്രമാണോ പഠിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. SCERT ബുക്ക് മാത്രമല്ല, നമ്മൾ ആദ്യം SCERTയിലാണ് തുടങ്ങുന്നത്. SCERT 5 മുതൽ 10 വരെ പഠിച്ചതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ തീർക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. ബാക്കി സിലബസിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തെ കുറിച്ച് 5ാം ക്ലാസ്സിലെ SCERT ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ MCQ മെത്തേഡിൽ ചെയ്തത്. ഇന്ന് നമ്മൾ ഇന്ത്യയെ കുറിച്ച് എന്താണ് SCERT ബുക്കിലുള്ളത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, എല്ലാം MCQ മെത്തേഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 1 or 2 പ്രാവശ്യം അല്ല, എത്ര തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ആദ്യം ചോദിച്ചത് ഇന്ത്യയുമായി ഏറ്റവും കുറവാണ്, അത് അഫ്ഗാനിസ്ഥാനാണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ബംഗ്ലാദേശ് ആണ്. പാകിസ്ഥാൻ അല്ല, ചൈനയല്ല, ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ചിലർക്ക്. കാരണം എന്താണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശ് ആണെന്ന്. എന്നാൽ ഇവിടെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ് അല്ലെ. എല്ലാം നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ. നേരത്തെ പറഞ്ഞ ഈ 3 ക്വസ്റ്റ്യനും നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാന്, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഓക്കെ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ ആണ്. ഭൂട്ടാൻ ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ അല്ലെ. ഭൂട്ടാനാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. എല്ലാം നിങ്ങൾ മാപ്പ് നോക്കി വെക്കുക. വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കും. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചത്. അതേതാണ്? ഉത്തർപ്രദേശ് ആണ് ആൻസർ വരുന്നത്. ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. നിങ്ങൾ മാപ്പ് നോക്കി വെക്കുക. മാപ്പ് നോക്കിയാൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഒരു സ്ഥാനം തന്നെയാണ്. അതേതാണ്? രാജസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ. താഴെ കൊടുത്തവയിൽ ഇന്ത്യ കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തത്? ഭൂട്ടാൻ, മ്യാൻമാർ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ. ഇതിൽ നമുക്കറിയാം ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ അല്ലെ. ഈ 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. അപ്പൊ കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണുള്ളത്? ശ്രീലങ്കയാണ് അല്ലെ. ശ്രീലങ്കയുമായിട്ട് നമ്മൾ കര അതിർത്തി പങ്കിടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് ഏതാണ്? 2014 ഏത് മാസമാണ്? ജൂൺ മാസമാണ്. ജൂൺ 2. ഓക്കെ, 2014 ജൂൺ 2. ഇത് നിങ്ങൾക്ക് ഡേറ്റ് ആയതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുമെന്ന് പേടി ഉണ്ടാകും.
ഡേറ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഡേറ്റ് നിങ്ങൾ ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വിസ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, കേൾക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റുകൾ വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കും. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. 2014 ജൂൺ 2-നാണ്. നെക്സ്റ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. എവിടാണ്? ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ? പിക്ചറിൽ കാണാം നിങ്ങൾക്ക്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇവയെല്ലാം എന്നതിനാണ് ആൻസർ വരുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തെയാണ് ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻസർ അപ്പോൾ എന്താണ് ഇവിടെ? ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? പീഠഭൂമി എന്നാണ്. പീഠഭൂമി. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നതാണ് പീഠഭൂമി. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശം അറിയപ്പെടുന്നത് പീഠഭൂമി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഹിമാലയൻ പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തത്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര. ഇതിലേതാണ് ആൻസർ വരെ? ഇവയെല്ലാം എന്നതാണ് അല്ലെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് എന്താണ്? ഹിമാലയൻ നദികളാണ് അല്ലെ. ഹിമാലയൻ നദികളാണ് ഗംഗ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. 3 ഹിമാലയൻ നദികളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ താഴെ കൊടുത്തവയിൽ ഹിമാലയ പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇവ 3ഉമാണ്. ബ്രഹ്മപുത്രയും സിന്ധുവും ഗംഗയും എല്ലാം ഉത്ഭവിക്കുന്നത് ഹിമാലയൻ പർവ്വത നിരയിൽ നിന്നാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഹു ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാണ്? ആസാം. ആസാമിലെ ആഘോഷമാണ് ബിഹു. ബിഹു ഏതു സംസ്ഥാനത്തിലെ ആഘോഷമാണ്? ആസാമിലെ ആഘോഷമാണ് ബിഹു. ബിഹു എന്ന് പറയുന്നത് ആസാമിലെ ആഘോഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യമുന ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചത്. യമുന ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗാ നദിയുടെ പോഷക നദിയാണ് യമുന അല്ലെ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് യമുന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? യമുന എന്നതാണ് ആൻസർ. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്താണ്. ഓക്കെ, ഡൽഹി യമുന നദീതീരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യമുനയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്നാണെന്നാണ് ചോദിച്ചത്. യമുനയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. ഇതിൽ ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡ് എന്നതാണ്. യമുനയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഓക്കെ, യമുനയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം. ഡൽഹി ഏത് സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ബുക്കില് ഇന്ത്യയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം MCQ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ SCERT ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.